ഇന്നത്തെ ഒരു കുട്ടി വ്ലോഗ് കണ്ടാലോ? അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെന്ന് വെച്ചാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പം ഞാനിന്ന് വിചാരിച്ചു ഇപ്പുറത്തിരുന്ന് പഠിക്കാമെന്ന് വിചാരിച്ചു പോന്നപ്പോൾ ഇവിടെ വെയിൽ കുറച്ച് കുറവ് കണ്ടു. അപ്പം ഞാൻ ഏതായാലും ഈ അറയത്തിരുന്ന് കുറേ നാളായി പഠിച്ചിട്ട് വൈകുന്നേരമൊക്കെ മാത്രമേ ഞാൻ ഇവിടെ ഇരുന്ന് പഠിക്കലുള്ളൂ കേട്ടോ. കാരണം പകലൊക്കെ ഭയങ്കര വെയിലായിരിക്കും, അതാണ് നമുക്ക് ഇവിടെ ഇരിക്കാൻ പറ്റില്ല. ഇപ്പോൾ ഒരു 11 മണിയൊക്കെ കഴിയുമ്പോഴേക്കും ഇവിടെ അത്യാവശ്യം നല്ല വെയിൽ വന്നു തുടങ്ങും കേട്ടോ. അപ്പോൾ ഞാൻ ഏതായാലും അകത്ത് പോയിരുന്നു പഠിക്കും. അപ്പോൾ അതുവരെ ഇവിടെ ഇരുന്ന് പഠിക്കാമെന്ന് വിചാരിച്ച് ഞാൻ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് ആൻസർ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. കഴിഞ്ഞ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഞാൻ ആൻസർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് ആൻസർ ചെയ്ത് നോക്കാം. അതുപോലെ തന്നെ അതിന് മുമ്പത്തെ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറും ഒന്ന് ആൻസർ ചെയ്ത് നോക്കാം. അത്യാവശ്യം ക്വസ്റ്റ്യൻസൊക്കെ റിപ്പീറ്റ് ആയിട്ട് വന്നാലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. എല്ലാ പ്രാവശ്യവും ഞാൻ ക്വസ്റ്റ്യൻ പേപ്പർ എക്സാം കഴിയുമ്പോൾ തന്നെ ഞാൻ ആൻസർ ചെയ്യുന്നതായിരുന്നു. പക്ഷേ ഇപ്രാവശ്യം എന്തോ സമയം കിട്ടിയില്ല ചെയ്യാനായിട്ട്, പിന്നെ ചെയ്യാനും തോന്നിയില്ല. അപ്പോൾ അവിടെ ഇട്ടു. അതാണ് ഇപ്പോൾ പണിയായി. ആൻസർ കണ്ടുപിടിച്ചിട്ടൊക്കെ വേണം കുറച്ച് ചെയ്യാനായിട്ട്. നമുക്കറിയാവുന്ന ആൻസേഴ്സ് ഉണ്ട്, പിന്നെ അറിയാത്തതൊക്കെ നമ്മൾ ഇതിൻ്റെ ആൻസർ കീയിൽ നോക്കി ചെയ്യേണ്ടി വന്നു. അപ്പോൾ ഏതായാലും ഞാൻ എനിക്ക് അറിയുന്ന ക്വസ്റ്റ്യൻസൊക്കെ ഒന്നും കൂടെ ഒന്ന് നോക്കാം. അതുപോലെ തന്നെ മാത്സൊക്കെ ഒന്ന് നോക്കണം എന്ന് എനിക്കുണ്ടായിരുന്നു കേട്ടോ ഭയങ്കര ഇത്. മാത്സ് ഒന്നും കഴിഞ്ഞ പ്രാവശ്യം ഞാൻ നോക്കിയിട്ടേ ഉണ്ടായിരുന്നില്ല പഠിക്കാനായിട്ട്. പക്ഷേ എനിക്ക് അത്യാവശ്യം ചെയ്യാൻ പറ്റി. പ്രോബ്ലംസ് രണ്ട് മൂന്നെണ്ണം മാത്രമേ എനിക്ക് കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റാത്തതുണ്ടായിരുന്നുള്ളൂ. ബാക്കിയൊക്കെ എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്ക് നോക്കേണ്ടത് ലോ നോക്കാനുണ്ട് കുറച്ച്. അപ്പോൾ ലോയുടെ ക്വസ്റ്റ്യൻ ആൻസർ ഏതായാലും ആൻസർ കീ നോക്കി ചെയ്ത് നോക്കണം. അതുപോലെ തന്നെ കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറും ആൻസർ ചെയ്ത് നോക്കണം എന്ന് വിചാരിച്ചിരുന്നതാണ്. അപ്പോൾ ഞാൻ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഞാൻ ഫുൾ ആൻസർ ചെയ്ത് നോക്കിയിട്ടോ അവിടെ ഇരുന്നിട്ട് തന്നെ. അപ്പോൾ ഞാൻ വിചാരിച്ചു ലോ ബാക്കിയുള്ളതും കൂടെ കുറച്ച് പഠിക്കാമെന്ന് വിചാരിച്ചിട്ട് ഏറെ തന്നെ ഇരുന്ന് പഠിച്ച് കഴിഞ്ഞ ഒരു പകുതിയോളമായപ്പോഴേക്കും വെയിലൊക്കെ അത്യാവശ്യം വന്നു തുടങ്ങി. നമുക്ക് ഭയങ്കര ചൂടായിരിക്കും ഇറയത്തേക്കൊക്കെ. അപ്പം നമുക്ക് പകൽ ഇരിക്കാനായിട്ട് പറ്റില്ല, കുറച്ച് ഈവനിങ് ഒക്കെ ആകുമ്പോൾ നല്ലതാട്ടോ. അപ്പം ഞാൻ ഏതായാലും അമ്മ ഫുഡ് കഴിക്കാൻ വിളിച്ചപ്പോൾ ഞാൻ ഏതായാലും ഫുഡ് കഴിക്കാനായിട്ട് പോയിട്ട് വന്ന് കഞ്ഞി കുടിക്കാമെന്ന് വിചാരിച്ചു. കാരണം എനിക്ക് ഭയങ്കര ഒരു തൊണ്ടവേദനയൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു കഞ്ഞി കുടിക്കാം. അതുപോലെ തന്നെ നെല്ലിക്ക ഉണ്ടായിരുന്നു, പിന്നെ ചാള വറുത്തതുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നെല്ലിക്ക കണ്ടപ്പോൾ തന്നെ എനിക്ക് കഞ്ഞിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ അതുപോലെ ഉപ്പിലിട്ടിട്ട് ചെറിയ പീസുകളാക്കി അരിഞ്ഞിടും. അപ്പോൾ അതിന് ശേഷം ഉച്ചയൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ കുറച്ച് നേരം ഒന്ന് പഠിക്കാമെന്ന് വിചാരിച്ചിരുന്നതാണ്. കുറച്ച് നേരം കഴിഞ്ഞിട്ടാട്ടോ ഇരുന്നത്. അപ്പോൾ ഞാൻ വീണ്ടും ഏതായാലും ഒന്ന് കവർ ചെയ്യാം, കാക്കയും കൂടെ ഒന്ന് കവർ ചെയ്യണമെന്ന് എനിക്കുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വേറെ ക്വസ്റ്റ്യൻ പേപ്പറും കൂടെ ഒന്ന് എടുത്തുകൊണ്ട് വന്ന് ലോയും അതുപോലെ തന്നെ ബാക്കി സബ്ജക്റ്റൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കി മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാട്ടോ. കാരണം നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ ആൻസർ ചെയ്യുന്നത് നല്ലതാണ്. ഇപ്പോൾ ഈ ഒരു എക്സാമിന് തന്നെയല്ല, നമ്മളിപ്പോൾ സ്കൂളിൽ പഠിക്കുന്നവരായാലും കോളേജിലൊക്കെ പഠിക്കുന്നവരായാലും അത്യാവശ്യം ക്വസ്റ്റ്യൻ പേപ്പർ മുൻവർഷത്തിൽ വരുന്ന ക്വസ്റ്റ്യൻസൊക്കെ അത്യാവശ്യം അതിൻ്റെ ഒരു മോഡൽ തന്നെ ആയിരിക്കും പിന്നീടും വരിക. അപ്പം നമ്മൾ മോഡലൊക്കെ ചെയ്ത് നോക്കുന്നത് എപ്പോഴും നല്ലതാണ് എല്ലാവരോടും. അങ്ങനെ ഞാൻ ഈ മോഡലൊക്കെ ഒന്ന് ചെയ്ത് നോക്കുമായിരുന്നു. കാരണം CSEBയുടെ എപ്പോഴും പറയുന്നത് കേൾക്കാം, നമുക്ക് മുൻ വർഷത്തെ ക്വസ്റ്റ്യൻസൊക്കെ അത്യാവശ്യം ചോദിക്കുന്നു. പക്ഷേ ഞാനിപ്പോൾ എഴുതിയിട്ടുള്ളതിൽ ഇങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. ഇനി മുമ്പത്തെ കുറച്ച് ക്വസ്റ്റ്യൻ പേപ്പേഴ്സൊക്കെ നോക്കണം. ഞാനിപ്പോൾ ഒരു 2 വർഷത്തൊക്കെ ക്വസ്റ്റ്യൻ പേപ്പർ ഞാനിപ്പോൾ ചെയ്ത് നോക്കിയിട്ടുള്ളൂ. പക്ഷേ അതിൽ നിന്ന് എനിക്ക് അധികം വന്നതായിട്ട് തോന്നുന്നില്ല. അപ്പം ഞാൻ ബാക്കിയൊക്കെ ഒന്ന് വെറുതെ നോക്കാം, ഒരു മോഡൽ അറിയാൻ വേണ്ടിയിട്ട്. ഇനി എങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ പഠിക്കാണ്ട് പോയിട്ട് കാര്യമില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇതൊക്കെ ഒന്ന് നോക്കിയതാട്ടോ. അങ്ങനെ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് എനിക്ക് കുറച്ച് സ്വീറ്റ്സൊക്കെ ആയിട്ട് അപ്പുറത്തെ വീട്ടിലൊരു ചേച്ചി വന്നത്. അവിടുത്തെ ഒരു ഫംഗ്ഷൻ കഴിഞ്ഞിട്ട് വരുന്നതാട്ടോ. അപ്പോൾ കുറച്ച് ലഡ്ഡു അതുപോലെ തന്നെ ജിലേബി എല്ലാതും ഉണ്ടായിരുന്നു. പിന്നെ എനിക്ക് വിശപ്പും ഭയങ്കരമായിട്ടുണ്ടായി ഉച്ചയ്ക്ക് കഞ്ഞി കുടിച്ച കാരണം. അപ്പം ഞാൻ ഏതായാലും എല്ലാത്തിൽ നിന്ന് ഓരോന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു. ഇത് നമ്മുടെ കാജി കേട്ടോ, കാജിയും അതുപോലെ തന്നെ എല്ലാ പലഹാരവും ഉണ്ട്. അപ്പോൾ കാജിയിൽ നിന്ന് ഞാൻ ഒരു ചെറിയ പീസ് കഴിക്കാമെന്ന് വിചാരിച്ചു. നല്ല മധുരമുള്ള കാജി നോക്കി തന്നെ എടുത്തു കേട്ടോ. സൈഡൊക്കെ അത്യാവശ്യം നല്ലപോലെ പഞ്ചസാര ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ വിചാരിച്ചു ചെറിയ പീസ് കേക്കും കൂടെ കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിൽ നിന്ന് ഒരു ചെറിയ പീസ് എടുത്ത് കഴിച്ചു കേട്ടോ. അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കഴിക്കാനായിട്ട്. പിന്നെ ഞാൻ അതേ ഒരു കുഴലപ്പം എടുത്തിട്ടുണ്ടായി, അതിൻ്റെ ഒരു പകുതി കഴിക്കാമെന്ന് വിചാരിച്ചെടുത്തതാണ് കേട്ടോ. അപ്പോൾ കേക്ക് ഞാൻ നോക്കിയപ്പോൾ അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു ചെറിയ പീസും കൂടെ ഞാൻ എടുത്ത് കഴിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. എനിക്കല്ലെങ്കിൽ കേക്ക് ഭയങ്കര ഇഷ്ടമാണ് കഴിക്കാനായിട്ട്. അപ്പം ഞാൻ ഇങ്ങനത്തെ പ്ലം കേക്ക് മോഡലൊക്കെ നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. അപ്പം ഞാൻ ഒരു ചെറിയ പീസും കൂടെ എടുത്ത് കഴിക്കാമെന്ന് വിചാരിച്ചു. മുറിച്ച് കഴിച്ചു. അത്യാവശ്യം നല്ല ടേസ്റ്റുള്ള കേക്ക് തന്നെയായിരുന്നു കേട്ടോ. ഉള്ളിൽ അത്യാവശ്യം നല്ല ഇതുണ്ടായിരുന്നു, കടിക്കാനൊക്കെ അത്യാവശ്യം സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിച്ച് കഴിഞ്ഞ് നോക്കിയപ്പോഴാണ് ലഡ്ഡു ഉണ്ട്, ജിലേബി ഉണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ജിലേബിയും കഴിക്കണം എന്ന് വിചാരിച്ചെടുത്തതാണ്. പിന്നെ ഞാൻ വിചാരിച്ചു കുറച്ച് കഴിഞ്ഞിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു. അത്യാവശ്യം കുറച്ച് കളറ് കുറവായിരുന്നു കേട്ടോ ജിലേബിക്ക്. പിന്നെ ലഡ്ഡു ഉണ്ടായിരുന്നു, ലഡ്ഡും ഞാൻ വിചാരിച്ചു ലഡ്ഡും ജിലേബിയും പിന്നെ കഴിക്കാമെന്ന് വിചാരിച്ചു. രണ്ടും എടുത്ത് വെച്ചു.
ലഡുവും അത്യാവശ്യം നല്ല സോഫ്റ്റൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ കാണുമ്പോൾ തന്നെ. അപ്പോൾ അതും ഇതൊക്കെ എടുത്ത് വെച്ചു. പിന്നെ അമ്മയ്ക്കൊരു ജിലേബി കൊടുക്കാമെന്ന് വിചാരിച്ച് എടുത്തതാണ് കേട്ടോ. അത്യാവശ്യം ഒരു ലെയർ പോലെയൊക്കെ തോന്നുന്നു ഭയങ്കരമായിട്ട്. അപ്പോൾ അമ്മയ്ക്ക് വേണ്ടി ഞാൻ എടുത്ത് വെച്ചതാണ്. അമ്മ അതേ കഴിക്കാൻ വരുന്നുണ്ടായിരുന്നു. അപ്പോഴാണ് അലുവയും കണ്ടത്. അപ്പോൾ അലുവയും അമ്മയ്ക്ക് മുറിച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ചെറിയ പീസ് കറുത്തലുവയായിരുന്നു കേട്ടോ. അപ്പോൾ അമ്മയ്ക്ക് ഒരു പ്ലേറ്റിൽ എല്ലാം കൂടെ വെച്ച് കൊടുക്കാമെന്ന് വിചാരിച്ച് കാജിയും അതുപോലെ തന്നെ അലുവയും ലഡുവും ജിലേബിയും കൂടെ ഒരു പ്ലേറ്റിൽ വെച്ചു കേട്ടോ. അങ്ങനെ ഇതൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഞാൻ വീണ്ടും പഠിക്കാമെന്ന് വിചാരിച്ചിരുന്നതാണ്. വൈകുന്നേരമായിട്ടോ, രാത്രി അപ്പോഴാണ് അമ്മ ഒരു പീസ് ആപ്പിൾ കൊണ്ടു തന്നത്. അപ്പം ഞാൻ വിചാരിച്ചു ആപ്പിളൊക്കെ കഴിച്ചിരുന്ന് പഠിക്കാമെന്ന് വിചാരിച്ചു. അത്യാവശ്യം നല്ല ടേസ്റ്റുള്ള ആപ്പിളായിരുന്നു കേട്ടോ. നല്ല ഒരു ക്രിസ്പി പോലെയായിരുന്നു അതിൻ്റെ ഉള്ളിൽ. ഭയങ്കര ഒരു നല്ല ഫ്രഷ് കാരനാന്ന് തോന്നുന്നുണ്ട്. അപ്പം ഞാനതൊക്കെ കഴിച്ചുകൊണ്ടിരുന്ന് പഠിക്കുകയായിരുന്നു കേട്ടോ. കോർപ്പറേഷനാണ് പഠിച്ചത്. അപ്പോൾ ഞാൻ ടേബിളിൽ ഇരുന്ന് പഠിക്കാമെന്ന് വിചാരിച്ചതായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു റൂമിൽ പോയിരുന്ന് നിലത്തിരുന്ന് പഠിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ അവിടെ ഇരുന്ന് പഠിച്ചുകൊണ്ടിരിക്കലാണ്. അമ്മതേ കൊള്ളിക്കിഴങ്ങ് നല്ല മഞ്ഞക്കറി ഉണ്ടാക്കി കൊണ്ടുവന്നത് കേട്ടോ. നല്ല ടേസ്റ്റാണിത് കഴിക്കാനായിട്ട്. നമ്മുടെ പുട്ടിനൊക്കെ ഏറ്റവും നല്ല കോമ്പിനേഷനാണ് കേട്ടോ. പുട്ട് ദോശയ്ക്കൊക്കെ നല്ല അടിപൊളി കോമ്പിനേഷനാണിത്. ട്രൈ ചെയ്യാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇന്ന് വെറുതെ കഴിക്കാനായിട്ട് ഉണ്ടാക്കിയത്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞാൻ ദേ വീണ്ടും പഠിക്കാനിരുന്നു. അത്യാവശ്യം ഇതിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ എന്തായാലും വരലുണ്ട് എപ്പോഴും. ഞാനത് കാരണം ഈ ഒരു ടോപ്പിക്ക് ഞാൻ ഒന്ന് നോക്കാമെന്ന് വിചാരിച്ചു. എപ്പോഴും ഞാനിതങ്ങനെ ഫുള്ള് കംപ്ലീറ്റ് ചെയ്യാറില്ല എപ്പോഴും. അപ്പോൾ ഇപ്പോൾ സമയം രാത്രി 8:24 അപ്പോൾ ഞാൻ ഏതായാലും 9 മണി വരെ പഠിക്കാം. അത് കഴിഞ്ഞിട്ട് കുറച്ച് നേരം റെസ്റ്റ് എടുത്തിട്ട് വീണ്ടും പഠിക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ വിചാരിച്ചു വേണ്ടാന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ അത്യാവശ്യം എൻ്റെ കവർ ചെയ്യാനുള്ളതൊക്കെ ഞാൻ കവർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ എൻ്റെ കുട്ടി വ്ലോഗ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ.